ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഹല്യ. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DNA എന്നാൽ എന്ത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതൊരു ചെറിയൊരു വീഡിയോയാണ്. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഈ DNA ഫുൾ നെയിം എന്താണെന്ന് അറിയണ്ടേ? ഡിയോസൈറിബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് DNA പൂർണ്ണമായ പേര്. അപ്പോൾ ആക്ച്വലി ഈ DNA എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡീന്റെ ഉള്ളില് നമ്മൾ എങ്ങനെ വളരണം, നമ്മൾ എങ്ങനെ കാണാൻ പറ്റണം, അതായത് ആരെ പോലെ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ, എങ്ങനെ കാണാൻ പറ്റണം, അതേപോലെ എങ്ങനെ വർക്ക് ആകണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ ബുക്കാണ് ഈ DNA എന്ന് പറയുന്നത്. ഇതിൽ DNA ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ DNA തീരുമാനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് കണ്ണ് അല്ലെങ്കിൽ കണ്ണിന്റെ കളറ്, അതേപോലെ ഹെയറിന്റെ ടൈപ്പ്, അല്ല തന്നെ നമ്മുടെ ഹൈറ്റ്, ബോഡി ഫീച്ചേഴ്സ്, ഇതൊക്കെ ആരെ പോലെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് DNA ആണ്. തന്നെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെല്ലിനും DNA ഉണ്ട്. ഈ DNA ആണ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് ഈ സെല്ല് റിപ്പയർ ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് വളരേണ്ടത് എന്നും എപ്പോഴാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും DNA തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇതെല്ലാം DNA തീരുമാനിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ട്വിൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം സ്ലൈറ്റ് ആയിട്ടൊരു ഡിഫറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ല. അതായത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം DNA തീരുമാനിക്കുന്നത് പോലെയിട്ടാണ്. അത് മാത്രമല്ല പല തരത്തിലുള്ള DNA ഉണ്ട്. ADNA, BDNA, അതേപോലെ ZDNA എന്നാണ് പറയുന്നത്. മാത്രമല്ല DNA ആണ് നമ്മൾ ഓരോ പേഴ്സണിനെയും യുണീക്ക് ആക്കുന്നത്. അതായത് നമ്മൾ പറയില്ലേ, അച്ഛന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ അച്ഛന്റെ മുടി പോലെയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഓരോരോ ഫീച്ചേഴ്സ് നമ്മൾ പറയാറില്ലേ കുഞ്ഞുങ്ങൾക്ക്, അത് അച്ഛന്റെ പോലെയാ വരുന്നത് അല്ലെങ്കിൽ അമ്മയുടെ പോലെയാ വരുന്നത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടിട്ടാണ്? ഈ DNA പ്രവർത്തിക്കുന്നത് കൊണ്ടിട്ടാണ്. ഈ ട്വിൻസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊച്ചു കൊച്ചു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ തമ്മിലുണ്ടാവും, ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതെല്ലാം തീരുമാനിക്കുന്നത് DNA ആണ്. അപ്പൊ DNA എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ബോഡിയിൽ വലിയൊരു മേജർ റോളാണ് കളിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഓരോ ഹ്യൂമൻസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് DNA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ആരെ ആക്കണം, അതായത് നമ്മളെ എങ്ങനെ ആക്കണം, ഏത് രൂപത്തിൽ കാണണം, പ്രത്യക്ഷത്തിൽ കാണണം എന്നുള്ളതും DNA തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുമെന്നും ലൈക്ക് ചെയ്യുന്നും ഷെയർ ചെയ്യുന്നും കമന്റ് ചെയ്യുന്നും വിചാരിക്കുകയാണ്. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സെഗ്മെന്റ് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ബൈ.